ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഗൂഗിൾ ഫോം തയ്യാറാക്കുന്നത്, അതും ഒരു ആപ്പിൻ്റെ സഹായമില്ലാതെ എങ്ങനെ ഒരു ഗൂഗിൾ ഫോം തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ നമ്മുടെ മൊബൈലിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ മുകളിലായിട്ട് കുറച്ച് ഡോട്ട്സ് പോലെ കാണാൻ സാധിക്കും. ഒരു 6 ഡോട്ട്സ് ഒരു സ്ക്വയർ രൂപത്തിൽ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഗൂഗിളുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ആപ്സും ഇതിനകത്ത് കാണിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ ഏറ്റവും ബോട്ടത്തിലായിട്ട് ഫോംസ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോം തയ്യാറാക്കാൻ വേണ്ടിയുള്ളൊരു ഇൻ്റർഫേസിലേക്കാണ് എത്തുന്നത്. ഇവിടെ നമുക്ക് ആവശ്യാനുസരണം ഒരു ഗൂഗിൾ ഫോം തയ്യാറാക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഗൂഗിൾ ഫോമിന് ഒരു ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, നമ്മൾ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഗൂഗിൾ ഫോമിനെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ് ഈ ഗൂഗിൾ ഫോം എന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് വേറൊരു നെയിം ചോദിക്കുന്ന ഒരു ഭാഗം ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അടിയിലായിട്ട് കാണുന്ന ഒരു പ്ലസ് ബട്ടൺ കാണാം. ഒരു സർക്കിളിനുള്ളിൽ ഒരു പ്ലസ് ബട്ടൺ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം പുതിയൊരെണ്ണം അവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്നാണ് കിടക്കുന്നത്. നമുക്കത് മാറ്റാൻ സാധിക്കും. അവിടെ കാണിക്കുന്ന ആരോ കീ പോലുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് ആൻസർ ആണ് വേണമെങ്കിൽ ഷോർട്ട് ആൻസർ എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഫോം ഫില്ല് ചെയ്യുന്ന ആളുടെ നെയിം ചോദിക്കാം. ഓക്കെ, നമ്മളിവിടെ എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റിക്വേർഡ് എന്ന ഓപ്ഷൻ നമുക്ക് എനേബിൾ ആക്കി ഇട്ടാൽ ഈ ഒരു സെക്ഷൻ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒരു യൂസർ അല്ലെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിത് റിക്വേർഡ് ആക്കി ഇടാം. നമ്മൾ ജസ്റ്റ് വീണ്ടും ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം പാരഗ്രാഫാണ് വേണമെങ്കിൽ പാരഗ്രാഫ്, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഷോർട്ട് ആൻസർ എടുക്കുക. ഞാനിപ്പോൾ ഷോർട്ട് ആൻസറാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ പ്ലേസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, റിക്കോർഡ് ആക്കി ഇടാം. വീണ്ടും നമ്മൾ ഒരെണ്ണം എടുക്കുകയാണ്. അവിടെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ കൊടുക്കുന്നതാണ്. ജെൻഡറാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഓപ്ഷൻ 1 അവിടെ നമുക്ക് മെയിൽ എന്ന് കൊടുക്കാം. ആഡ് അനദർ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ഫീമെയിൽ എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 2 ഓപ്ഷൻസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരെണ്ണം കൂടെ സ്പെസിഫൈ ചെയ്യാം, ആധാർ എന്നുള്ളത്. അപ്പോൾ നമുക്കിത് റിക്വേർഡ് ആക്കി ഇടാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ 3 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഈ ഒരു ഫോമിൽ എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കിത് അപ്പോൾ ഇവിടെ മുകളിലായിട്ട് കാണുന്ന സെൻഡ് ഐക്കണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഏത് വഴി മുഖേന സെൻഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ നമ്മുടെ ലിങ്ക് എടുക്കാം. ഇതിൻ്റെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. നമുക്കതിനെ ഇവിടെ ഷോർട്ടൻ ചെയ്യാൻ സാധിക്കും. ഷോർട്ടൻ ചെയ്യാം. അപ്പോൾ അത് ഷോർട്ടായിട്ടുള്ള ലിങ്ക് വരും. അതിനെ നമുക്ക് കോപ്പി ചെയ്തിട്ട് ആർക്കൊക്കെയാണോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അവർക്കെല്ലാം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ തന്നെ ഇപ്പോൾ ഒരു ന്യൂ ടാബ് എടുത്ത് ഇതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റെസ്പോൺസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോമിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ നമ്മുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്ലേസ് എൻ്റർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ജെൻഡർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സബ്മിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത വ്യക്തി എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ് കാണുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ തിരിച്ച് ആ ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം റെസ്പോൺസിൻ്റെ അവിടെ 1 എന്ന് കിടക്കുന്നത്. അപ്പോൾ ഒരു റെസ്പോൺസ് അവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ റെസ്പോൺസ് എന്ന് പറയുന്ന ആ സെക്ഷനിൽ പോകാം. ഓക്കെ, ഇവിടെ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇതാണ് റെസ്പോൺസ്. നമ്മൾ റെസ്പോണ്ട് ചെയ്ത അനുസരിച്ച് ഇതിന് ഇൻഡിവിജ്വൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരുടെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരാളെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗൂഗിൾ ഫോം ഒരു ആപ്പിൻ്റെ സഹായമില്ലാതെ ചെയ്യുന്നത്.